ചേട്ടാ ഒരു ഹ്യൂമൻ മിസ്റ്റാർഡും പിന്നെ മറ്റേ ഇൻസുലിൻ്റെ സിറിഞ്ചില്ലേ അതൊരെണ്ണം. അപ്പൻ എന്നും കുടിച്ചിട്ടുണ്ടല്ലേ? ഹലോ ഹലോ ആ ജെയ്സൺ സാറല്ലേ? അതെ, ആരാണ്? സാറേ ഞാനേ ബ്രൂണോ ഫിനാൻസ് എന്ന് വിളിക്കായിരുന്നേ. സാർ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലേ RC വെച്ചിട്ട് ഒരു 3-4 മാസം മുമ്പ്? എടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടാ. അതിന്റെ അടവൊക്കെ പെൻഡിങ് ആണല്ലേ ചേട്ടാ? ചേട്ടാ അതെ, അമ്മയ്ക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നായിരുന്നേ, അതുകൊണ്ടായിരുന്നു. ചേട്ടാ അത് എത്രയും പെട്ടെന്ന് അടയ്ക്കാൻ നോക്കുക, കാരണം ഇത് 3-4 മാസം പെൻഡിങ് ആയില്ലേ. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് ചേട്ടാ ഞാൻ അടച്ചോളാം ചേട്ടാ, ഇന്ന് പെട്ടെന്ന് തന്നെ അടയ്ക്കാൻ. സാധാരണ നമ്മുടെ കമ്പനിയിൽ ഇങ്ങനെ ഇത്ര സമയം കൊടുക്കാറൊന്നുമില്ല. ഇനിയിപ്പോൾ അടച്ചില്ലെങ്കിൽ വീട്ടിൽ വരലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അറിയാലോ. എന്തിനാ വെറുതെ ഇങ്ങനെ അടക്കാതിരിക്കുന്നത്? പെട്ടെന്ന് അടച്ചത് ക്ലോസ് ആക്കാൻ നോക്ക്. ഞാൻ പെട്ടെന്ന് അടയ്ക്കാം ചേട്ടാ. ചേട്ടാ ഇന്നും കൂടി അടച്ചില്ലെന്നുണ്ടെങ്കിൽ ചേട്ടൻ്റെ ഈ ക്രെഡിറ്റ് സ്കോറിനൊക്കെ ബാധിക്കും. പിന്നെ വേറെ ലോണും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റാതാവും. അത് പെട്ടെന്നൊന്ന് സെറ്റ് ചെയ്യാൻ നോക്കണേ. നീ എവിടെയായിരുന്നല്ലേ ഇതുവരെ? എത്ര നേരമായി ഞാൻ അതിനെ വിളിക്കണേ? ഞാൻ അവളെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുന്ന വഴി പള്ളി പോയിട്ട്. ആയിക്കോട്ടെ. എത്ര കൊടുക്കാനുണ്ട്? എത്ര കൊടുക്കാനുണ്ടെന്ന്? ഒരു 10-16,000.
മോനെ ഇത് നോക്കി വെള്ളം ഇറക്കണ്ട. അപ്പം വാങ്ങി തന്നതാ. കയ്യിലെങ്ങാനും കണ്ടില്ലെങ്കിലേ പുള്ളീനെ തല്ലിക്കൊല്ലും. പൊടി. പിന്നെന്തായടാ, അപ്പനോട് സംസാരിച്ചോ? എനിക്കവിടെ സംസാരിക്കണമൊന്നുമില്ല, ഒന്നുമില്ല. എത്ര നാളെ നീ ഇങ്ങനെ മിണ്ടായിരിക്കും അബി? എടാ നീ ഭയങ്കര ഓവറാവുന്നുണ്ട് കേട്ടോ. ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ ഇത്. എടി ഞാൻ ശ്രമിക്കാനിട്ടൊന്നുമല്ല, പറ്റണില്ല. ഓരോ തവണ സംസാരിക്കാൻ ഒരു അടുത്ത് ചെല്ലും. എന്നെക്കൊണ്ടൊന്നും മിണ്ടാണെന്ന് പറ്റണില്ല. അതിപ്പോൾ കുറ്റബോധമാണോ ദേഷ്യമാണോ എനിക്ക് അറിഞ്ഞൂടാ. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? എടാ ഇങ്ങോട്ട് നോക്ക്. ഈ ലോകത്ത് പെർഫെക്റ്റ് ആയിട്ട് ആരാടാ ഉള്ളത്? എല്ലാവർക്കും അവരുടേതായ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഇല്ലേ? ഒരു പ്രായമാകുമ്പോൾ എല്ലാ ആൺകുട്ടികൾക്കുള്ളൊരു പ്രോബ്ലം ഇത്. നീ അത് വലിയ സംഭവമായിട്ടൊന്നും കാണണ്ട. എടാ നീ അപ്പനോളം ആയെന്ന് നിനക്ക് തോന്നിയില്ലേ? അപ്പോ അപ്പനും തോന്നിക്കാണില്ലേ നീ അപ്പനേക്കാൾ വലുതായെന്ന്? സംസാരിക്കടാ. നീ സംസാരിച്ച അപ്പന് മനസ്സിലാവും. ഒരു പാവാടാ അപ്പച്ചൻ, നിന്നെ പോലെ. എന്താ മോനെ? അമ്മ എബി ഇല്ലേ? അവനെ അവളെ കൊണ്ട് പള്ളിയിൽ പോയിട്ട് വന്നിട്ടേ ആരെ കാണണമെന്ന് പറഞ്ഞു പോയി. എന്താടാ, എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ? ഇല്ല, ഈ വഴി വന്നപ്പോ കേറിയതാ. ആണല്ലേ, വാ കേറിയിരിക്കേ. ഞാൻ പോവാണ്. അവനിപ്പോ വരും, വേഗം വരുമെന്ന് പറഞ്ഞാ പോയെ. അവൻ വരുമ്പോ വിളിക്കാൻ പറയാട്ടാ. എന്നാ ശരി മോനെ. അമ്മ ചേട്ടനോട് പാല് വാങ്ങിക്കാൻ പറഞ്ഞായിരുന്നോ? പാലല്ലേ നേരത്തെ മേടിച്ചോണ്ട് വന്നേക്കുന്നേ. അതാരാമ്മ അവിടെ വന്നേ? അതാ ജയിച്ചനാടി. നോക്കിയേ, കൊള്ളാം. പൊന്നെബി, ഇതവിടെ അങ്ങനെ വെച്ചേ, അവിടെ വെക്ക്. എബി നമുക്ക് ഇത് മതി. ബാ വലിക്കലടി. എത്രയായിട്ടാ? ശരി. നിർത്തി. ആരോ വീണു. വാ. എന്താ? എവിടെയാ? വാ. എടാ വാ.
ഓക്കെ അല്ലേ? ഹോസ്പിറ്റലിൽ പോണോ? ചേട്ടൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ചേട്ടൻ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ചേട്ടാ ചേട്ടാ ഈ ഓട്ടോ ഒന്ന് എടുക്കുവോ? നിങ്ങളെല്ലാവരും നിങ്ങൾ നോക്കിയിരിക്കുന്നേ, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാ. എന്താ പറ്റിയേ? ഒന്നുമില്ല, നീ കേറ്. നിന്നെ എത്ര പ്രാവശ്യം വിളിച്ചു? ഒരാൾ വീണെടുക്കുമ്പോ ഇങ്ങനെയൊക്കെയാ ചെയ്യാ? ബ്ലാങ്കായി പോയി. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന എത്ര ദിവസമായിടെ വിളിക്കണേ? നിനക്ക് ആ ഫോൺ വിളിച്ചെടുത്തൂടെ? എടാ ഒച്ച ഉണ്ടാക്കല്ലേ, ഞാൻ വരാം. നീ ഒന്ന് മുകളിൽ കയറിയിരിക്കും, ഞാൻ പോരാം. ചെല്ല് പ്ലീസ്. നേരെ ഇത്ര ആയില്ലേ? കിടന്ന് ഉറങ്ങാറായില്ലേ നിനക്ക്? ഒന്നുമില്ല മച്ചി, അത് ജെയ്സനാ. എന്താടാ ഡാബി? എന്താടാ നീ കാര്യം പറ. എടാ പൈസ റെഡി ആയില്ല. അത് നീ ഫോൺ എടുക്കാത്തപ്പോൾ എനിക്ക് മനസ്സിലായി. അതിനാണോ നീ ഇങ്ങനെ ഇരിക്കണത്? എന്ത് പറയാ? അതല്ലടാ, നീ വണ്ടിയുടെ സീസ് അടിക്കാൻ വെച്ച കാശല്ലടാ. ഞാൻ 2 ദിവസം കൊണ്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്ത് തരാം. അതിന് വേറെ ആളെ നീ കടം വാങ്ങിക്കണ്ടേ? വണ്ടിയുടെ കാര്യമല്ലേ, അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഇതിൻ്റെ കാര്യം നടക്കട്ടെ. വിടറാ. അത് വിടറബി, ഇനി അത് ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. വിട്. നീ നോടാൻ പോയില്ലേ? അവനീ കഴിഞ്ഞു പോയടാ. അത് പോയടാ. അതൊരിടാ. ആ അത് വേറെ ഒന്നുമല്ലടാ. കഴിഞ്ഞ ദിവസം നമ്മുടെ
കടന്ന് ഡെലിവറി ഉണ്ടായിരുന്നു മറ്റേ കിഴക്കേട്ടയുടെ അവിടുത്തെ ഫ്ലാറ്റിൽ. അവിടെ പോയി കഴിഞ്ഞപ്പോൾ അവിടുത്തെ മേഡത്തിന് നമ്മുടെ ഈ സംഭവം വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കണത്, ഫുഡ് കൊടുക്കണത്. അപ്പോൾ മാഡത്തിന് ഇത് കണ്ടപ്പോൾ പറയാനൊരു ബുദ്ധിമുട്ട്. അപ്പോൾ മാഡം നൈസായിട്ട് സാറിനെ വിളിച്ചു പറഞ്ഞു. സാറിനെ വിളിച്ചു പറഞ്ഞ് ഞാൻ ഓഫീസിൽ നിന്ന് ഏൽപ്പിക്കും, സാറ് പറഞ്ഞു വിട്ടോന്ന് പറഞ്ഞു. അല്ലടാ, ഇനിയിപ്പോൾ നമ്മളെന്താ ചെയ്യുക? എന്ത് ചെയ്യാൻ? ഇതിൽ വേറെ കണ്ടെത്തണം. കളക്ടർ തോന്നാൽ പോയത് പോട്ടറാ. എന്ത് കൈമേ? ഒന്നുമില്ലടാ, സ്ഥിരമുള്ള തന്നെ അപ്പനായിട്ട് ഇത്തവണ കുറച്ച് കൂടിപ്പോയി. ചില്ലിൽ കൈ കൊണ്ടിടിച്ച്. ഇത് കഴിഞ്ഞില്ലടാ. അപ്പന് മോന് ഇത് തന്നെയാണ് പരിപാടി. എന്നെ കൊണ്ട് പറ്റണല്ല. നീ പറഞ്ഞ ശരിയാ, കുറെ കാലമായി. ചിലവർക്ക് അപ്പനുള്ള എൻ്റെ വിഷമം, ചിലവർക്ക് അതില്ലാത്ത എൻ്റെ വിഷമം. എന്തായാലും നിനക്കൊരു കാര്യം അറിയോ? ഒരു ദിവസം എന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാനായിട്ട് അടുത്തുള്ളൊരു ഓട്ടോ ചേട്ടൻ വന്നു. അപ്പം അതില്ലാതെ ചേട്ടൻ വന്നപ്പോൾ എനിക്കിത് മനസ്സിലായില്ല. വണ്ടിയിൽ വെച്ച് ഞാൻ ആ ചേട്ടനോട് കുറച്ച് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എൻ്റെ അപ്പച്ചൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിടാ. ഞാൻ അപ്പച്ചൻ്റെ കുറേ സാധനങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ സന്തോഷമാണോ അപ്പൻ വന്നതിൻ്റെ സന്തോഷമാണോ എന്ന് എനിക്കറിയില്ല. അന്ന് വീടിൻ്റെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കൂട്ടം. അപ്പം അഖിലമ്മ എന്നെ കണ്ടായിരുന്നു. അമ്മേനെ കണ്ടപ്പോൾ കരച്ചിൽ കൂടി. ഞാൻ അമ്മച്ചിയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാം നോക്കിയപ്പോൾ അവിടെയുള്ള ചേട്ടന്മാരെന്നെ പിടിച്ച് എന്നെ മാറ്റി. എനിക്കറിയില്ലല്ലോടാ. ഇതാടാ എൻ്റെ അപ്പന് എന്നെ കണ്ട, എൻ്റെ അപ്പനെ എനിക്ക് കണ്ട ഓർമ്മ. അതുകൊണ്ട് നീ നിന്റെ അപ്പനെ പറ്റി എന്ത് ചീത്ത പറഞ്ഞാലും കൊള്ളില്ല എന്ന് പറഞ്ഞാലും എനിക്കൊന്നും പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ കൂടുതലൊപ്പൊന്നും ഒന്നിൻ്റെ വില മനസ്സിലാവില്ല. നമ്മളെ വിട്ടുപോകുമ്പോഴാണ് അതിൻ്റെ വില നമ്മൾ മനസ്സിലാക്കും. നീ എന്നിട്ട് ഷോ ഓടിച്ചിരിക്കണ്? നീ വന്നേ, നമുക്കൊരു ചായ കുടിക്കാൻ പോവാം. വാടാ, വന്നേ വരണ്ട.